Good morning. Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Good Morning. Good morning. Good morning, ma'am. Good morning. Good morning. Good morning. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. ഓക്കെ, എല്ലാവരും ഫുഡൊക്കെ കഴിച്ചല്ലോ അല്ലേ? കഴിച്ചു. മാം സൗണ്ട് ഇല്ലല്ലോ, ഒന്നും കേൾക്കണില്ല. സൗണ്ട് ഇല്ലേ? കേൾക്കുന്നില്ലേ? ഇപ്പൊ കേൾക്കാവോ? കേൾക്കാം. കേൾക്കാം അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? പ്രയറോട് കൂടി സ്റ്റാർട്ട് ചെയ്യാം. പ്രയർ ആരാണ് ചെയ്യുന്നേ? ഞാനാണ് മിസ്. ഓക്കെ. Good morning, everyone. My name is Tansira. Today I am going to say the morning prayer. Dear God, thank you for this new day. Please guide my thoughts, words, and actions and help me spread kindness and love. Give me strength for the challenges ahead and keep me mindful of your blessings. Thank you. Okay. Then sign in. My name is Fatima. Good morning to everyone. Hello and welcome to our class to create a more friendly and inclusive atmosphere. Fatima, കഴിഞ്ഞോ? Yes, ma'am. Okay. Then thought of the day. ഞാനാണ് മാം. Good morning to all. Today's thought is, life is not about finding yourself. Life is about creating yourself. ജീവിതം എന്നത് നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വം കണ്ടെത്തുന്നതിനാണ്. നമ്മുടെ സമൂഹം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതോ പ്രതീക്ഷിക്കുന്നതോ ആയ വ്യക്തിത്വമല്ല. സ്വയം കണ്ടെത്തുന്നത് നിർത്തി സ്വയം സൃഷ്ടിക്കുന്നതിലേക്ക് മുന്നോട്ട് പോകേണ്ട സമയമാണിത്. താങ്ക് യു മാം. ഓക്കെ. മാം, അസൈൻമെന്റ് പറഞ്ഞിരിക്കുന്നതില് മാം ഒരു സംശയം ഉണ്ടായിരുന്നേ. അസൈൻമെന്റ് പറഞ്ഞിരിക്കുന്ന ചാർട്ടില് കലോറി മാത്രം എഴുതിയാൽ മതിയോ? അതിന്റെ അതെയോ പ്രോട്ടീന് വൈറ്റമിൻസ് ഒക്കെ തിരിച്ചെഴുതണോ? കലോറി മാത്രം, ജസ്റ്റ് അതിന്റെ കലോറി മാത്രം എഴുതിയാൽ മതി. പ്രിപ്പയർ ചെയ്തോ? കലോറി തന്നെയാണ് എഴുതേണ്ടതെന്ന് ഓർത്ത് ബാക്കിയെല്ലാം ശരിയാക്കി. ആ കലോറിയുടെ ഇനി അത് എഴുതാനേ ഉള്ളൂ. അംഗൻവാടിയിൽ പോയായിരുന്നോ? നിങ്ങളോടല്ലേ ഞാൻ പറഞ്ഞത്? അംഗൻവാടിയിൽ പോയിരുന്നു. എല്ലാവരും എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് കേൾക്കാം. അത് പ്രസന്റ് ചെയ്യാം. ഞാൻ പറയാമോ? അസീല അല്ലേ? ഓക്കെ. മാം, ഇംഗ്ലീഷിൽ പറയണമെന്നുണ്ടോ? അങ്ങനെ ഇല്ല, നിർബന്ധമില്ല. മലയാളത്തിലായാലും മതി. ഓക്കെ. ഓപ്പൺ 9 o'clock ആണ്. ചിൽഡ്രൻസ് കമ്മിങ് 9:30. ബ്രേക്ക്ഫാസ്റ്റ് ടൈം 10:30. ലഞ്ച് ടൈം 11:30. സ്ലീപ്പിംഗ് ടൈം 1 to 2:30. സ്നാക്സ് ടൈം 3 o'clock. ചിൽഡ്രൻസ് ഗോയിങ് 3:30. ക്ലോസിങ് 4 o'clock. മൺഡേ 10:30. മിൽക്ക് കടലമിഠായി. 12:30 കഞ്ഞി ചെറുപയറും സാമ്പാറും. 3:30 റവ ഉപ്പുമാവ്. ട്യൂസ്ഡേ 10:30 അരിയുണ്ട മുട്ട. 11:30 കഞ്ഞി പയറ് അവിയല്. 3:30 വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്. വെനസ്ഡേ 10:30 കടലമിഠായി റാഗി കുറുക്ക്. 12:30 കഞ്ഞി പയറ് കൂട്ടുകറി. 3:30 സൂചിക്കൊഴമ്പ് ഉപ്പുമാവ്. Thursday
10:30 അരിയുണ്ട, പാല് ഓർ മുട്ട, ഇതിലേതെങ്കിലും ആയിരിക്കും. 11:30 കഞ്ഞി പയറ് തോരന്. 3:30 ഗോതമ്പ് പായസം. ഫ്രൈഡേ 10:30 കടലമിഠായി മുട്ട. 12:30 കഞ്ഞി പയറ് മെഴുക്ക് പുരട്ടി. 3 o'clock ഫ്രൈഡ് റൈസ്. സാറ്റർഡേ 10:30 അരിയുണ്ട റാഗി കുറുക്ക്. 12:30 കഞ്ഞിയും ബീട്രൂട്ട് തോരന്. 3 o'clock ഉപ്പുമാവ്. അത് റവയുടെയോ അല്ലെങ്കിൽ സൂചി ഗോതമ്പിന്റെ മാറി മാറിയാണെന്നാണ് പറഞ്ഞത്. പിന്നെ 4 കാറ്റഗറിക്കാർക്കാണ് അവിടെ ഫുഡ് അല്ലാതെ കൊടുക്കുന്നത്. ഗർഭിണികൾക്ക് ഇപ്പൊ കൊടുക്കുന്നത് വലിയ ഗോതമ്പാന്ന് പറഞ്ഞു. നേരത്തെ സൂചി ഗോതമ്പ്, എണ്ണ, ചെറുപയറ്, റവ കൊടുത്തിരുന്നു. ഇനി വെയിറ്റ് കുറഞ്ഞ കുട്ടികളുടെ അമ്മമാർക്ക് തെറാപ്പിക് എന്ന് പറയുന്ന ഒരു പൊടി വെള്ളത്തിൽ കലക്കിയോ അല്ലെങ്കിൽ പാലിൽ കുറുക്കിയോ അമ്മമാര് കഴിക്കുന്നു. തൂക്കം കുറഞ്ഞ കുട്ടികൾക്ക് തൂക്കം കൂടാൻ വേണ്ടി അമ്മമാര് കഴിക്കുന്ന ഇതാണ്. പിന്നെ 6 months തൊട്ട് 3 year വരെയുള്ളവർക്ക് അമൃതം പൊടി. ടീനേജുകാർക്ക് നിലക്കടല ശർക്കര അല്ലെങ്കിൽ റാഗി ശർക്കര. താങ്ക് യു. മാം, മാം ഒരു ദിവസത്തെ അല്ലേ എഴുതാൻ പറഞ്ഞത്? അങ്ങനെ ഞാൻ ഒരു ദിവസത്തിന്റെ ഉണ്ടോ ഞാൻ എഴുതിയിരിക്കുന്നത്? ഞാനും ഒരു ദിവസത്തേക്കാണ് പോയത്. പക്ഷെ അവരുടെ മെനുവില് അവര് പറഞ്ഞിരിക്കുന്നത് ഇത്രയും ഒക്കെയാണ് കൊടുക്കുന്നത് ഒരാഴ്ച. അത് റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ മാറി മാറി കൊടുക്കുന്ന പറഞ്ഞു. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പോയത്. ഞാൻ അന്നത്തെ ദിവസം മെനു എന്താണെന്ന് മാത്രമാണ് ഞാൻ നോട്ട് ചെയ്ത് കൊണ്ടുവന്നത്. മാം എവിടെ? അതെ, ഈ അസൈൻമെന്റ് വർക്ക് അംഗൻവാടി ചെന്നിട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കണേ ടീച്ചർ. അതെ അതെ അതെ. ആക്ടിവിറ്റി ആണ് ചെയ്യേണ്ടത്. ആക്ടിവിറ്റി ആണ് കേട്ടോ. ആക്ടിവിറ്റി അതെ. അത് പറഞ്ഞപ്പോ ഞാൻ ക്ലാസ്സിൽ ഉണ്ടായില്ല, അതാണ് എനിക്ക് മനസ്സിലായില്ല. ഒന്ന് പറയാമോ? അസൈൻമെന്റ് അല്ലേ നമുക്ക് ഒരു എഴുതാൻ പറ്റിയിരിക്കുന്ന കലോറി. അസൈൻമെന്റ് കലോറിയുടെയും പിന്നെ ഹെൽത്തിനെ കുറിച്ചുള്ളത് അല്ലേ? എല്ലാവരും ശ്രദ്ധിക്കുക. മൈക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആയി പോയി, അതുകൊണ്ടാണ് കുറച്ചു നേരം ബ്രേക്ക് വന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ വായിച്ചത് അസീനയാണല്ലേ? അസീനയല്ലേ റീഡ് ചെയ്തത്? അതെ അതെ. കടല മിഠായി എന്ന് പറയുന്നത് ഈ കപ്പലണ്ടി മിഠായി ആണോ ഉദ്ദേശിക്കുന്നത്? കടല കപ്പലണ്ടി കടല എന്നാണ് പറയുന്നത്. നമ്മൾ ഈ ഷോപ്പിൽ നിലക്കടല. അത് തന്നെ മിസ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണല്ലേ കൊടുക്കുന്നത്? ഹൈ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് കൊടുക്കുന്നതെന്ന് മനസ്സിലായല്ലേ? എല്ലാ ദിവസത്തെയും ചാർട്ട് എഴുതണം മിസ്. എല്ലാ ദിവസത്തെയും എഴുതിയാല് ഞാൻ പറഞ്ഞിട്ട് നിർബന്ധം പറഞ്ഞില്ല. ഒരു ദിവസത്തെ ആയാലും മതി എന്നാണ് പറഞ്ഞത്. കുഴപ്പമില്ല, ഒരു ദിവസത്തെ ആയാലും കുഴപ്പമില്ല. ഒരാഴ്ചത്തെ വായിച്ചപ്പോ നമുക്ക് ഏകദേശം ഒരു ഓവറോൾ ഐഡിയ കിട്ടി. ഒരു അംഗൻവാടിയിൽ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് കുട്ടികൾക്ക് കൊടുക്കുന്നതെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടാനായിട്ട് സാധിച്ചു. അപ്പൊ നമുക്ക് മനസ്സിലായാലും ഇപ്പൊ വായിച്ചു കഴിഞ്ഞപ്പോ എത്തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് ആണ് അപ്രായത്തിലുള്ള കുട്ടികൾക്ക് കൊടുക്കേണ്ടതെന്ന്. ഓക്കെ, ഇനി അടുത്തത് ആരാണ്? അടുത്തത് വായിച്ചോളൂ കേട്ടോ. ഞാൻ പറയാം. റേച്ചൽ അല്ലേ? രാവിലെ 9:30 അംഗൻവാടി തുറക്കും. എന്നിട്ട് 10:30 മോർണിംഗ് സ്നാക്സ്. പാല് ഒരു കുട്ടിക്ക് 125 മില്ലി ലിറ്റർ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ കൊഴക്കട്ട ഒരു കുട്ടിക്ക് അരിപ്പൊടി 20 ഗ്രാമും പിന്നെ ശർക്കര 5 ഗ്രാമും പിന്നെ ആവശ്യത്തിന് തേങ്ങയും. പിന്നെ 12:30 നോൺ ഫീഡിങ്, അതായത് ചെറുപയർ കഞ്ഞിയും തോരനും കൊടുക്കും. ഒരു കുട്ടിക്ക് 100 ഗ്രാം അരി വെച്ചിട്ടാണ് എടുക്കുന്നത്. പിന്നെ ചെറുപയർ 20 ഗ്രാമും പിന്നെ എണ്ണ 5 മില്ലി. വൈകിട്ട് 3:15 ഈവനിങ് സ്നാക്സ്, അതായത് നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവും പിന്നെ അതിൽ വെജിറ്റബിൾസും ഇലക്കറികളും ഉൾപ്പെടുത്തിയിട്ടാണ് അവർ കൊടുക്കുന്നത്. പിന്നെ നുറുക്ക് ഗോതമ്പിൻ്റെ ഒരു കുട്ടിക്ക് 40 ഗ്രാം നുറുക്ക് ഗോതമ്പും പിന്നെ ഓയിൽ 5 മില്ലിയും
പിന്നെ ആവശ്യത്തിന് പച്ചക്കറിയും ഇലക്കറികളും ചേർക്കുന്നുണ്ട്. അതില്ലാതെ തൂക്കം കുറവുള്ള ഗർഭിണികൾക്ക് ഓരോ മാസം വെച്ചിട്ട് ന്യൂട്രി മിക്സ് എന്ന പൗഡർ കൊടുക്കുന്നുണ്ട്. അത് ഒരു മാസത്തേക്ക് 3 kg വെച്ചിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ പ്രഗ്നന്റ് വുമണിനും പിന്നെ പാലൂട്ടുന്ന അമ്മമാർക്കും മാസത്തിൽ ഒരിക്കൽ മുഴുഗോതമ്പ് 2.5 കിലോ വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അവല് 500 ഗ്രാം, രാഗി 1 കിലോ, ശർക്കര 500 ഗ്രാം, നെയ്യ് 50 ഗ്രാം, പൊട്ടുകടല 250 ഗ്രാം. നേരത്തെ അവർ മറ്റേ ഉഴുന്ന് പരിപ്പ് കൊടുത്തിരുന്നു, പക്ഷെ ഇപ്പം അത് കൊടുക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ കൗമാരക്കാർക്കും കൂടെ ഇതിൽ കൊടുക്കുന്നുണ്ട്. മാസത്തിൽ ഒരിക്കൽ രാഗി 1 കിലോ, പിന്നെ അവല് 1 കിലോ, ശർക്കര 500 ഗ്രാം, പൊട്ടുകടല 100 ഗ്രാം, നെയ്യ് 50 ഗ്രാം വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അത്രയേ ഉള്ളൂ മിസ്. Okay, very. Then next one, ആരാണ്? ഞാൻ പറയാം. ഐശ്വര്യ പറഞ്ഞോളൂ. Okay. I had visit Anganwadi last Friday, and I asked that day's menu to the teacher, and I will collect. I collect. The children are given kolkata for their breakfast, tomato rice for their lunch, and upama their evening snack. They provide supplementary nutrition to pregnant women like broken wheat 6 kilogram, jaggery 1 kilogram, green gram 1 kilogram. That's it, ma'am. മാം ഞാൻ പറയാം. അഫീല. ഓക്കെ പറഞ്ഞു. 9:30 ക്ലാസ് സ്റ്റാർട്ട് ആവും അംഗനവാടിയില്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് രാഗി കുറുക്കാണ് കൊടുക്കുന്നത്. ഫ്രൈഡേ ആണ് കേട്ടോ മാം രാഗി കുറുക്ക്. പിന്നെ ഒരു 11:30 മിൽക്ക് കൊടുക്കും. 12:30 വെജ് ബിരിയാണിയാണ് അന്ന് ഉണ്ടായിരുന്നത് വെള്ളിയാഴ്ച. 3:30 ഉപ്പുമാവും കൊടുത്തു. പിന്നെ പ്രസവിച്ച 6th month ആഫ്റ്റർ ഉള്ള ആൾക്കാർക്ക്, പ്രസവിച്ച് കഴിഞ്ഞ് എന്താ പറയാ പ്രഗ്നന്റ് ആയത് മുതൽ പ്രസവിച്ച് 6 മാസം വരെ ഗോതമ്പ്, രാഗി, കടല, ശർക്കര, അവൽ അവർക്ക് കൊടുക്കും. പിന്നെ ടീനേജ് പ്രായക്കാർക്കും അതേ ഫുഡ് തന്നെയാണ് കൊടുക്കുന്നത് പറഞ്ഞ്. ഗോതമ്പ്, രാഗി, കടല, ശർക്കര അങ്ങനെ ഉണ്ട് പറഞ്ഞ്. അതാണ് മിസ്. ഓക്കെ. Then ജിതിൻ DK. ജിതിൻ. സ്നേഹ എന്നാണ് പേര്. ഓക്കെ. മിസ് രാവിലെ 9:30 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും അംഗനവാടിയില്. പിന്നെ 10:30 ആകുമ്പോഴത്തേക്ക് അവർക്ക് രാവിലത്തെ ഫുഡ് കൊടുക്കുന്നത്. അതിൽ പാല്, മുട്ട എന്നിവയാണ് അവർ കൊടുക്കുന്നത്. പിന്നെന്ന് വെച്ചാൽ ദോശ, ഇഡ്ഡലി അങ്ങനത്തെ എല്ലാം കൊടുക്കുന്നുണ്ട് എന്നാ പറഞ്ഞത് എന്നോട്. പിന്നെ മുട്ടക്കറി അങ്ങനെ ചിലപ്പോൾ ടീച്ചർമാർ തന്നെ അവര് വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്തിട്ട് കൊണ്ടുവരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അവർക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങള്. പിന്നെ 12:30 പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണം കൊടുക്കുന്നത്. അത് കഞ്ഞി, അതായത് അരിയും പയറും ഒരുമിച്ചിട്ടിട്ടുള്ള കഞ്ഞി, പിന്നെ തോരനും. അതങ്ങനെ ഒരു ദിവസം അങ്ങനെ കൊടുക്കും. പിന്നെ വൈകുന്നേരം 3 മണിക്ക് പിന്നെ വൈകുന്നേരത്തെ ഭക്ഷണം കൊടുക്കുന്നത്. അതിൽ 4 ദിവസം പായസം കൊടുക്കുന്നുണ്ട്. അതായത് ചെറുപയർ പരിപ്പും ഗോതമ്പും മിക്സ് ആക്കിയിട്ടുള്ള ഒരു പായസവും, പിന്നെ വെറും ഗോതമ്പ് നുറുക്കു മാത്രം വെച്ചിട്ടുള്ള ഒരു പായസവും, പിന്നെ ഉപ്പുമാവ്. അങ്ങനെയാണ് ആഴ്ചയിൽ കൊടുക്കുന്നതാ പറഞ്ഞത് ഈവനിങ്. പിന്നെ പ്രഗ്നന്റ് വിമൻസിന് പിന്നെ വൻപയർ, കടല, ഗോതമ്പ് നുറുക്ക്, റാഗി ഇവ കൊടുക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് 6 മാസം തൊട്ടുള്ള കുട്ടികൾക്ക് ന്യൂട്രിമിക്സ് പൗഡർ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ആരാണ് ഇനി? പറയാം. സൗമ്യ ടോണി. 9:30 അംഗൻവാടി സ്റ്റാർട്ട് ചെയ്യും. തിങ്കളാഴ്ചത്തെ എന്താ പറയണത്. രാവിലെ ഒരു 10:30 ആകുമ്പോ കുട്ടികൾക്ക് അരിപ്പായസം, അരി 30 ഗ്രാം, ശർക്കര 20 ഗ്രാം, തേങ്ങ. പിന്നെ ഒരു 12:30 ആകുമ്പോ ചോറും സാമ്പാറും. ആ ദിവസം ചോറും സാമ്പാറുമാണ്. അരി 70 ഗ്രാം, ചെറുപയർ, പരിപ്പ്, ക്യാരറ്റ്, വെണ്ടയ്ക്ക, മുരിങ്ങയ്ക്ക, സവാള, വഴുതനങ്ങ, വെളിച്ചെണ്ണ, ഉരുളക്കിഴങ്ങ്, തക്കാളി ഇതൊക്കെ അതിൽ ഉൾപ്പെടുത്തും. പിന്നെ വൈകിട്ട് ഒരു 3 മണിയോടുകൂടി ചെറുപയർ മുളപ്പിച്ചത് കൊടുക്കും കുട്ടികൾക്ക്. ചെറുപയർ 30 ഗ്രാം, സവാള, പിന്നെ ആവശ്യത്തിന് തേങ്ങ അങ്ങനെ കൊടുക്കും. ഇത്രയും തിങ്കളാഴ്ചത്തെ
ഉള്ളു ഇതിനകത്ത്. ഓക്കെ മാം. ഓക്കെ ഓക്കെ വെരി ഗുഡ്. ഞാൻ പറയാം മാം. ലവ്ലി. ലവ്ലി. മോർണിംഗിൽ അരിക്കൊഴുക്കട്ടയാണ് കൊടുക്കണത്. അതിൽ തേങ്ങ 10 ഗ്രാം ഒരു കുട്ടിക്ക്, തേങ്ങ 10 ഗ്രാം, ശർക്കര 10 ഗ്രാം. ലഞ്ചിന് ചോറ്, പയറിട്ടത്, സാമ്പാർ. അതിൽ അരി 70 ഗ്രാം ഒരു കുട്ടിക്ക്, പയറ് 15 ഗ്രാം, സാമ്പാർ, ചെറുപയറ്റിൻ പരിപ്പ് 5 ഗ്രാം, ക്യാരറ്റ് 5 ഗ്രാം, വെണ്ടയ്ക്ക 5 ഗ്രാം, മുരിങ്ങക്കായ 5 ഗ്രാം, വഴുതനങ്ങ 5 ഗ്രാം, സവാള ഉള്ളി 5 ഗ്രാം, വെളിച്ചെണ്ണ 5 ഗ്രാം. ഈവനിങ് സ്നാക്സ് ഉപ്പുമാവ്, നുറുക്ക് ഗോതമ്പ് 20 ഗ്രാം, കപ്പലണ്ടി 10 ഗ്രാം, ക്യാരറ്റ് 5 ഗ്രാം, വെളിച്ചെണ്ണ 5 ഗ്രാം, കടുക്, സവാള. ഇത്രയാണ് ഒരു ദിവസത്തെ മെനു. ഒരു ദിവസത്തെ മെനു ആണ് ഞാൻ ചോദിച്ചത് അവരോട്. പിന്നെ പ്രഗ്നന്റ് ലേഡീസ് ആൻഡ് ഫീഡിങ് മദർ 6 മന്ത് പ്രഗ്നന്റ്, 1 മന്ത് പ്രഗ്നന്റ് ആയ ലേഡീസിന് തുടങ്ങി 6 മന്ത് കുട്ടികൾക്ക് ആവണവരെ, ഫീഡ് ചെയ്യണവരെ ഹോൾ വീറ്റ് 2.5 കിലോ കൊടുക്കുന്നുണ്ട്, ചെറുപയർ 1.25 കിലോ കൊടുക്കുന്നുണ്ട്, ശർക്കര 1 കിലോ കൊടുക്കുന്നുണ്ട്. ദാറ്റ്സ് ഓൾ മാം. തിങ്കളാഴ്ചത്തെയാണ്. മോർണിംഗില് 10 മണിക്ക് മിൽക്ക്, പിന്നെ ഉച്ചക്ക് ചോറും സലാഡ്, സാമ്പാർ കറി, ഈവനിങ് ഉപ്പുമാവ്. പിന്നെ പ്രഗ്നന്റ് വുമണ് കൊടുക്കുന്നത് വീറ്റ് 2 കിലോ, പിന്നെ കോക്കനട്ട് ഓയിൽ 250, ഉഴുന്ന് 250, 25 ദിവസത്തേക്ക്. അടുത്തത് പൊടികള് അമൃതം പൊടി, റാഗിപ്പൊടി. ഇത്രയേ ഉള്ളൂ മാം. ഞാൻ പറഞ്ഞു മണ്ടയിലാണ് പറയുന്നത്. രാവിലെ ലാക്ടോജൻ കൊടുക്കുന്നത് അരിപ്പായസം, ഉച്ചയ്ക്ക് ചോറും സാമ്പാറും, വൈകുന്നേരം ചെറുപയർ ഉടക്കിയത്. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം മുട്ടയുണ്ട്, പാലും ഉണ്ടെന്ന് പറയാം. അത് ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസമായിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ പ്രഗ്നന്റ് ലേഡീസിന് രജിസ്റ്റർ ചെയ്ത അന്ന് മുതൽ 6 മാസം വരെ 2.5 കിലോ ഗോതമ്പ്, 1 കിലോ ശർക്കര, 1 കിലോ ചെറുപയർ. പിന്നെ 6 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്ന അമൃതം പൊടി. ഓക്കെ മാം. ഇനിയുണ്ടോ? ഇനി ആരെങ്കിലും ഉണ്ടോ എഴുതിയത്? നമുക്ക് PDF-ലോട്ട് വരാം. ന്യൂട്രീഷൻ കേട്ടോ. ഒരാളൊന്ന് ന്യൂട്രീഷൻ എന്ന് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്തേ, അതിനുശേഷം ഞാൻ പറഞ്ഞുതരാം. എളുപ്പമാണ്, പെട്ടെന്ന് കഴിയും നമ്മുടെ ഈ ചാപ്റ്റർ. ഓക്കെ, ന്യൂട്രീഷൻ. ആതിര MP എന്ന് വായിക്കാമോ? ആതിര. വായിക്കാം. ന്യൂട്രീഷൻ ഈസ് പ്രോസസ് ഓഫ് ടേക്കിംഗ് ഫുഡ് ആൻഡ് യൂസിങ് ഇറ്റ് ഫോർ ഗ്രോത്ത്. ന്യൂട്രീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അത് ഗ്രോത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിനാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഗ്രോത്തിന് മാത്രമല്ല, മെറ്റബോളിസം ആൻഡ് മെറ്റബോളിസത്തിനും റിപ്പയർമെന്റിനും വേണ്ടിയിട്ട്. ന്യൂട്രീഷൻ സപ്പോർട്ട്സ് ഇസ് കാൽക്കുലേറ്റ് ടു മീറ്റ് ദി ന്യൂട്രീഷണൽ റിക്വയർമെന്റ്സ് ഫോർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ന്യൂട്രീഷൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രീഷണൽ റിക്വയർമെന്റ്സിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. as well as satisfies specialized nutritional requirements for adequate digestion, absorption and metabolism of nutrients. കൂടാതെ റിക്വയർമെന്റ്സ് ഓഫ് അഡിക്വേറ്റ് ഡൈജഷന് വേണ്ടിയിട്ടും അബ്സോർപ്ഷന് വേണ്ടിയിട്ടും മെറ്റബോളിസത്തിന് വേണ്ടിയിട്ടും ന്യൂട്രിയൻസ് സഹായിക്കുന്നുണ്ട്. താഴത്ത് വായിക്കണം മാം. Nutritional needs including the following: adequate level of calories requirement for growth, development and increased metabolic demands. Adequate level of calorie requirement for growth. ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള കലോറി കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഡെവലപ്മെന്റ് ഓഫ് ഇൻക്രീസിംഗ് മെറ്റബോളിക് ഡിമാൻഡ്സ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ന്യൂട്രീഷൻ സഹായിക്കുന്നുണ്ട്. Sufficient level of protein that is safe for the age of the children. ഇത് കുട്ടികളുടെ ഏജിന് ആവശ്യമായിട്ടുള്ള സഫിഷ്യന്റ് പ്രോട്ടീൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള
സഹായിക്കുന്നുണ്ട്. ലെവൽ ഓഫ് കാൽസ്യം, ഫോസ്ഫറസ്, വൈറ്റമിൻ ഡി ആൻഡ് അയൺ ദാറ്റ് ആർ ഏജ് സൂട്ടബിൾ. ഏതൊക്കെ ഏജിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് കിട്ടുന്നതിന് വേണ്ടി വൈറ്റമിൻസ് ലെവൽസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് കാൽസ്യം, ഫോസ്ഫറസ്, വൈറ്റമിൻ ഡി, അയൺ ഒക്കെ ലെവൽ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ന്യൂട്രീഷൻ സഹായിക്കുന്നു. സഫിഷ്യൻ ലെവൽ ഓഫ് അതർ വൈറ്റമിൻ ആൻഡ് മിനറൽസ്, മറ്റ് വൈറ്റമിൻസും മിനറൽസിന്റെയും സഫിഷ്യൻ ലെവൽ നിലനിർത്താൻ സഹായിക്കുന്നു. സഫിഷ്യൻ ലെവൽ ഓഫ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ്, ആവശ്യമായിട്ടുള്ള ഫാറ്റി ആസിഡ്സിന്റെ ലെവല് സഫിഷ്യന്റ് ആയിട്ട് സഹായിക്കുന്നു. മതിയോ മാം? ഓക്കെ, ഇപ്പൊ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ആദ്യം വായിച്ചു. ന്യൂട്രീഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് ഇൻ ഫുഡ് ആൻഡ് യൂസിങ് ഇറ്റ് ഫോർ ഗ്രോത്ത്, metabolism and repair. Nutritional support is calculated to meet the nutritional requirement for growth and development, as well as to satisfy specialized nutritional requirements for adequate digestion, absorption and metabolism of nutrients. So ന്യൂട്രീഷൻ എന്ന് പറയുന്നത് എന്താണ്? അതായത് നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ മെറ്റബോളിസം ഇംപ്രൂവ് ചെയ്യുന്നതിനും ദെൻ ശരീരത്തിന്റെ റിപ്പയറിങ്ങിനും ആവശ്യമായിട്ടുള്ള ഒന്നാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ന്യൂട്രീഷൻ റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് കുട്ടികൾക്കായാലും അതുപോലെ തന്നെ മുതിർന്നവർക്കായാലും എന്തുണ്ടാവുക? ഗ്രോത്ത് ഉണ്ടാവുക, അല്ലെ? അതായത് നമുക്കൊരു ന്യൂട്രീഷണൽ സപ്പോർട്ട് വേണം. അതുപോലെ തന്നെ നമ്മുടെ ഡൈജഷൻ കറക്റ്റ് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നതിനും അതുപോലെ തന്നെ അബ്സോർപ്ഷൻ, മെറ്റബോളിസം ഇതിന്റെയൊക്കെ എന്താണ് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടൊക്കെ എന്ത് സഹായിക്കുന്നുണ്ട്? ന്യൂട്രീഷൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും. പിന്നെ ന്യൂട്രീഷണൽ നീഡ്സ് ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ്. താഴെ പറയുന്ന കാര്യങ്ങൾ ന്യൂട്രീഷണൽ നീഡ്സിൽ ഉൾക്കൊള്ളുന്നവയാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. Adequate level of calories required for growth, development and increased metabolic demand. അതായത് നമുക്ക് ആവശ്യത്തിനുള്ള കലോറി, അതായത് നമ്മുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള കലോറീസ് വേണം. അതിനനുസരിച്ചുള്ള ന്യൂട്രിയൻസ് ആണ് നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിക് ഡിമാൻഡ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ന്യൂട്രിയൻസ് സഹായിക്കുന്നതാണ്. Then sufficient level of proteins that is safe for the age of the child. അതുപോലെ തന്നെ കുട്ടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസ് ഇൻടേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് the levels of calcium, phosphorus, vitamin D and iron that are age suitable. പിന്നെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള കാൽസ്യം ലെവലും അതുപോലെ ഫോസ്ഫറസ്, വിറ്റമിൻ ഡി, അയൺ ഇതിന്റെയൊക്കെ കണ്ടന്റ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട്. Then sufficient levels of other vitamins and minerals. മറ്റ് വൈറ്റമിനുകളുടെയും മിനറൽസിന്റെയൊക്കെ സഫിഷ്യന്റ് ലെവൽ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സഫിഷ്യന്റ് ലെവൽ ഓഫ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്, ചില ഫാറ്റി ആസിഡുകൾ ഉണ്ട്, അത് അതിന്റെ ലെവൽ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇത് ആവശ്യമാണ്. ന്യൂട്രിയൻസ് കണ്ടൻസ് നമ്മുടെ ശരീരത്തിൽ ആവശ്യമാണ്. ഓക്കെ, അടുത്തത് നോക്കാം. മാൽന്യൂട്രീഷൻ. വാട്ട് ഈസ് മാൽന്യൂട്രീഷൻ? മാൽന്യൂട്രീഷൻ എന്ന് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും മാൽന്യൂട്രീഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? സഫിഷ്യന്റ് മോഡൽ ന്യൂട്രീഷൻസ് കിട്ടാതെ സഫിഷ്യന്റ് മോഡൽ ന്യൂട്രീഷൻസ് കിട്ടാതെ ഓക്കെ, അതെ. Malnutrition is the condition that occurs when body does not get sufficient nutrients caused by not having enough to eat, not eating enough of the right thing, or being unable to use the food that one does eat. അതായത് മാൽന്യൂട്രീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തില് വേണ്ടത്ര രീതിയിൽ സഫിഷ്യന്റ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടുന്നില്ലെങ്കിൽ അത് മാൽന്യൂട്രീഷന് കാരണമാകും. ഓക്കെ, നമ്മുടെ ശരീരത്തിൽ എന്താണ് ആവശ്യത്തിന് വേണ്ടത്ര രീതിയിലുള്ള ന്യൂട്രിയൻസ് എത്തുന്നില്ലെങ്കിൽ അതിനെ വിളിക്കുന്നതാണ്, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയ്ക്ക് ഉണ്ടാവുന്ന പേരാണത് മാൽന്യൂട്രീഷൻ എന്ന് പറയുന്നത്. മാൽന്യൂട്രീഷന് പലതരം കാരണങ്ങളുണ്ട്. ഫുഡിന്റെ തന്നെ പലതരം കാരണങ്ങളുണ്ട്. അതായത് ശരിയായിട്ടുള്ള രീതിയിലുള്ള ഫുഡ് കഴിക്കാതിരിക്കുക. ഓക്കെ, ശരിയായ രീതിയിലുള്ള ഫുഡ് കഴിക്കാതിരിക്കുക, അതുപോലെ തന്നെ ശരിയായ സമയത്ത് ഫുഡ് കഴിക്കാതിരിക്കുക, അതുപോലെ തന്നെ ശരീരത്തിന് വേണ്ടത്ര അളവിൽ ഫുഡ് കഴിക്കാതിരിക്കുക. ഇതൊക്കെ എന്തിന് കാരണമാവാം? മാൽന്യൂട്രീഷന് കാരണമാവാം. ഓക്കെ, അപ്പൊ ശരിയായ രീതിയിൽ ഫുഡ് കഴിക്കാതിരിക്കുക, ശരിയായ അളവിൽ ഫുഡ് കഴിക്കാതിരിക്കുക, ശരിയായ സമയത്ത് ഫുഡ് കഴിക്കാതിരിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് മാൽന്യൂട്രീഷന് കാരണമാകുന്നതാണ്. മാൽന്യൂട്രീഷൻ എന്ന് പറയുന്നത് അതിന് കുറെ അധികം എന്താ പറയാ അനന്തര ഫലങ്ങളുണ്ട്. അതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇറ്റ് മേ റിസൾട്ട് ഫ്രം insufficient or unbalanced diet.
ഓക്കെ, ആദ്യത്തേതാണ് എന്ത്, അതായത് രണ്ട് ബാലൻസ്ഡ് ഡയറ്റിലേക്കാണ് ഇത് പോവുക. ഓക്കെ, അതായത് വേണ്ടത്ര രീതിയിൽ ഭക്ഷണം കഴിക്കാത്ത അവസ്ഥ. ഓക്കെ, ദെൻ രണ്ടാമത്തേത് പ്രോബ്ലംസ് വിത്ത് ഡൈജഷൻ ഓർ അബ്സോർപ്ഷൻ, അതായത് ദഹന പ്രക്രിയയിലുള്ള എന്താ പറയാ വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഡൈജഷനുള്ള വ്യത്യാസങ്ങൾ, അബ്സോർപ്ഷനുള്ള വ്യത്യാസങ്ങൾ, ഇതൊക്കെ മാൽന്യൂട്രീഷന്റെ റിസൾട്ടുകളുള്ളതാണ്. ദെൻ മൂന്നാമത്തേത് അൺസ്പെസിഫൈഡ് മെഡിക്കൽ കണ്ടീഷൻ, അതായത് നമ്മൾക്ക് കണ്ടുപിടിക്കാൻ ആവാത്ത രീതിയിലുള്ള മെഡിക്കൽ കണ്ടീഷനിലേക്ക് ഒരു വ്യക്തി പോകാം, അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പലതരം രോഗങ്ങളിലേക്കും ഒരു ആളെ കൊണ്ടെത്തിക്കാനുള്ളതും മാൽന്യൂട്രീഷന്റെ റിസൾട്ടുകളിൽ ഒന്നാണ്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് സ്പെസിഫൈ ചെയ്യാൻ പറ്റില്ല ആൾക്ക് എന്ത് രോഗമാണ്. ആ ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു മാൽന്യൂട്രീഷൻ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്നതാണ്. അപ്പൊ അത് മൂന്നുമാണ് ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് കേട്ടോ. മാൽന്യൂട്രീഷൻ ഇസ് പ്രിവൈലന്റ് ഇൻ ഏരിയാസ് വേർ ദർ ഇസ് ലാക്ക് ഓഫ് ഫുഡ്. എന്താ ചോദിച്ചായിരുന്നോ? Malnutrition is prevalent in areas where there is lack of food, unsafe water supplies and insufficient sanitation. The risk. അതായത് മാൽന്യൂട്രീഷൻ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ചില ഏരിയകൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് എന്താ പറയാ, ഫുഡ് വേണ്ടത്ര രീതിയിൽ കിട്ടാത്ത സ്ഥലങ്ങള്, അതുപോലെ തന്നെ മലിനമായ ജലം കുടിക്കുന്ന ഏരിയകള്, അതുപോലെ തന്നെ മലിനമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഇൻടേക്ക് ചെയ്യുന്ന ആളുകള്, അതുപോലെ തന്നെ ശുചിത്വമില്ലായ്മയിൽ ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള സാനിറ്റേഷൻ, അതായത് ശുചിത്വമില്ലായ്മയിൽ കഴിയുന്ന ആളുകള്, ഇവരെയൊക്കെ മാൽന്യൂട്രീഷൻ ബാധിക്കുന്നതായിട്ട് കാണാം. അതായത് നമ്മളിപ്പോ എടുത്ത് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ചേരി പ്രദേശങ്ങള് അല്ലെ, ചേരി പ്രദേശങ്ങളില്ലേ, നമ്മുടെ ഇന്ത്യയിൽ ധാരാളം ചേരി പ്രദേശങ്ങളുണ്ട്. അവിടെയൊക്കെ ആളുകൾ എന്താണ്, മതിയായിട്ടുള്ള ശുചിത്വത്തോടു കൂടിയുള്ള അല്ലെ, ഹൈജീനോട് കൂടിയിട്ടല്ല താമസിക്കുന്നത്. അതുപോലെ നല്ല രീതിയിലുള്ള വെള്ളമല്ല അവർ കുടിക്കുന്നത്, അൺസേഫ് ആയിട്ടുള്ള വെള്ളമല്ല കുടിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വേണ്ടത്ര രീതിയിൽ അവർക്ക് ഫുഡ് കിട്ടുന്നില്ല. അപ്പൊ ഇതുകൊണ്ടൊക്കെ ഈ ചേരി പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് എന്ത് വരാം, മാൽന്യൂട്രീഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു ഏരിയയിലാണ് നമുക്ക് ഇത് കൂടുതലായിട്ട് ഈ മാൽന്യൂട്രീഷൻ എന്ന് പറയുന്നത് കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞത് ന്യൂട്രീഷൻ പറഞ്ഞു, മാൽന്യൂട്രീഷൻ പറഞ്ഞു. ഓക്കെ, ഇനി എടുത്ത് നോക്കി നിങ്ങള്, മാൽന്യൂട്രീഷൻ ഗിവ്സ് റൈസ് ടു ദ ഫോളോവിങ് കണ്ടീഷൻ, അതായത് മാൽന്യൂട്രീഷൻ ചില അവസ്ഥകൾക്ക് കാരണമാകാറുണ്ട്. എന്തൊക്കെ അവസ്ഥകളാണെന്ന് നമുക്ക് നോക്കാം. അതിനകത്ത് ഒന്നാണ് ഫിസിക്കൽ കണ്ടീഷൻ. ഫിസിക്കൽ കണ്ടീഷനിൽ വരുന്നത്, അതായത് നമ്മുടെ ശാരീരികമായിട്ടുള്ള അവസ്ഥകളിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അതിലൊന്നാണ് ബാഡ് പോസ്റ്റേഴ്സ്, അതായത് തെറ്റായിട്ടുള്ള പോസ്റ്ററുകൾ. ചിലപ്പോൾ നിൽക്കുന്നതിൽ വ്യത്യാസം ഉണ്ടാവാം, സ്റ്റാൻഡിങ്ങിൽ വ്യത്യാസം ഉണ്ടാവാം, അതുപോലെ റൈറ്റിംഗ് എഴുതുന്നതിൽ വ്യത്യാസം ഉണ്ടാകാം, സിറ്റിംഗ് ഇരിക്കുന്നതിൽ വ്യത്യാസം ഉണ്ടാവും. സാധാരണ ഒരു വ്യക്തി ഇരിക്കുകയും നിൽക്കുകയും എഴുതുകയും പോലെ ആയിരിക്കില്ല മാൽന്യൂട്രീഷൻ വന്ന ആളുകൾ ചെയ്യുന്നത്. അപ്പൊ അതിനകത്തൊക്കെ അതിനെയാണ് ബാഡ് പോസ്റ്റേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പെയിൽ ഫേസ്. പെയിൽ ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് മീൻ ബൈ പെയിൽ ഫേസ്? വിളർച്ച, വിളറിയ മുഖം. ഓക്കെ, അപ്പൊ പെയിൽ ഫേസ് എന്ന് പറഞ്ഞാല് വിളറിയ മുഖം എന്നാണ് അർത്ഥം വരിക. അതുപോലെ തന്നെ ഡ്രോസിനസ്. എന്താണ് ഡ്രോസിനസ് എന്ന് പറഞ്ഞാല്? മയക്കമാണ്, എപ്പോഴും ഉറക്കം തൂങ്ങിയിരിക്കും, മയക്കം കേട്ടോ. ഡ്രോസിനസ് എന്ന് പറഞ്ഞാല് മയക്കം. അതുപോലെ തന്നെ ലേസിനസ് എന്ന് പറഞ്ഞാല് മടി, എപ്പോഴും മടിയായിരിക്കും ഉണ്ടാവുക. ദെൻ ഈസി ഫാറ്റിക് എന്ന് പറഞ്ഞാല് ക്ഷീണം ഉണ്ടാവും, എപ്പോഴും ക്ഷീണമായിരിക്കും. ദെൻ അവയർനെസ് ഓഫ് ഡിസീസസ്, അതായത് രോഗത്തെ കുറിച്ചുള്ള മുൻധാരണകൾ ഇല്ലായ്മ. അതായത് എന്ത് വന്നാലും എന്താ പറയാ, ഒരു കൂസലും ഇല്ലാതെ നടക്കുന്ന, ഭയങ്കര ഗ്ലൂമി, അങ്ങനെ അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. രോഗത്തെ കുറിച്ചിട്ടുള്ള ഒരു തിരിച്ചറിവില്ലായ്മ, ദാറ്റ് ഈസ് അവയർനെസ് ഓഫ് ഡിസീസസ്. ദെൻ പുവർ ഐസൈറ്റ്, അതായത് വിഷൻ നല്ലതായിരിക്കില്ല, കാഴ്ച മങ്ങിയ കാഴ്ചയായിരിക്കും ഉണ്ടാവുക. ദെൻ അണ്ടർ വെയിറ്റ്, ഭയങ്കരമായിട്ട് ക്ഷീണം, അതായത് ലോ വെയിറ്റ് ആയിരിക്കും ആളുകളുണ്ടാവുക. അപ്പൊ ഇതൊക്കെയാണ് ഫിസിക്കൽ കണ്ടീഷനിലുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ദെൻ മെന്റൽ കണ്ടീഷനിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. എന്താണ് പാസീവ്നെസ്? പാസീവ്നെസ് മീൻസ് ഇൻആക്റ്റീവ് ആണ്. ഓക്കെ, ഇൻആക്റ്റീവ്, ആക്റ്റീവ് അല്ലാതിരിക്കുക. നമുക്ക് ഒരു ദിവസം നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മൾ ആക്റ്റീവ് ആയാൽ മാത്രമാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക, അല്ലെ? എന്നാല് ഇത് എന്താ പറയാ, ഈ ഒരു കണ്ടീഷൻ മാൽന്യൂട്രീഷൻ വരുമ്പോൾ ആളുകൾ ഇൻആക്റ്റീവ് ആയിട്ട് കാണുന്നതായിട്ട് കാണാൻ പറ്റും. അത് മെന്റൽ കണ്ടീഷനുമായിട്ട് റിലേറ്റഡ് ആണ്.
ദെൻ ഫോർഗെറ്റ്ഫുൾ മെമ്മറി, അതായത് മെമ്മറി ലോസ്, അതായത് ഓർമ്മയില്ലാതിരിക്കുക, പല കാര്യങ്ങളും മറന്നു പോവുക. ഓക്കെ, അതും എന്താണ് ഈ ഒരു മെന്റൽ കണ്ടീഷനുമായിട്ട് റിലേറ്റഡ് ആണ്. ദെൻ ഗ്ലൂമിനെസ്, അറിയാലോ നമുക്ക്, ഭയങ്കരമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്ലൂമി ആയിട്ടിരിക്കുക ഭയങ്കരമായിട്ട്. ദെൻ സ്ലോ കോംപ്രഹെൻഷൻ ആൻഡ് ഇറിറ്റേഷൻ, അതായത് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവുക, എന്ത് പറഞ്ഞാലും, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴും ദേഷ്യം വരിക, ആളുകൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാല് ഭയങ്കരമായിട്ട് ദേഷ്യം വരിക, ഭയങ്കര അവനവനോട് തന്നെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇറിറ്റേഷൻ തോന്നും. അത് മാൽന്യൂട്രീഷന്റെ മെന്റൽ കണ്ടീഷനുമായി ബന്ധപ്പെട്ടതാണ്. Then lack of attention and concentration, ശ്രദ്ധയില്ലായ്മ. ഓക്കെ, ഒന്നിലും ശ്രദ്ധിക്കാതിരിക്കുക, കോൺസെൻട്രേഷൻ കുറവ്, അറ്റൻഷൻ ഇല്ലാതിരിക്കുക, ഇതും എന്താണ് മാൽന്യൂട്രീഷനുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, അത് മാൽന്യൂട്രീഷൻ ആണ്. ഓക്കെ, അത് ഫിസിക്കൽ കണ്ടീഷനിൽ മാറ്റങ്ങൾ ഉണ്ടാവാം, അതുപോലെ തന്നെ മെന്റൽ കണ്ടീഷനിലും മാറ്റങ്ങൾ ഉണ്ടാവാം. Okay, then അടുത്തതാണ് ബാലൻസ്ഡ് ഫുഡ് ഓർ ഡയറ്റ്. The food which contains all required nutrients and has the essential calorie values is called balanced food. A balanced diet is very important for growing children. A balanced diet contains roughly 400 calories of proteins, 900 calories of fat, and 1700 calories of carbohydrates. While selecting food items, not only the caloric value but the nutritional value also should be taken into account, especially when it is meant for children, because they require nutritious food for their proper growth. അതായത് ഒരു ഫുഡില്, അതായത് നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് ഉണ്ടാവാം, എസെൻഷ്യൽ ആയിട്ടുള്ള കലോറീസ് ഉണ്ടാവാം. അപ്പൊ ആവശ്യത്തിലധികം ന്യൂട്രിയൻസും അതുപോലെ എസെൻഷ്യൽ ആയിട്ടുള്ള കലോറീസ് ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് വിളിക്കാവുന്നതാണ്. ഒരു ബാലൻസ്ഡ് ഡയറ്റിന്റെ മലയാളം നിങ്ങൾക്ക് അറിയാലോ, സമീകൃത ആഹാരം. ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാല് വളരുന്ന കുട്ടികൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് എന്ത് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ഈ ബാലൻസ്ഡ് ഡയറ്റിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? അതായത് 400 calories of proteins കാണാൻ പറ്റും, then 900 calories of fat, 1700 calories of carbohydrates. ഇത് മൂന്നും ബാലൻസ്ഡ് ഡയറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഫുഡ് ഐറ്റംസ് എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾ കലോറിക് വാല്യൂവിനല്ല ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത്. കലോറിക് വാല്യൂ നമ്മൾ നോക്കണം, പക്ഷെ അതിനേക്കാളും കൂടുതൽ പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷണൽ കണ്ടന്റ് അതിനകത്ത് ഉണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് വേണം കുട്ടികൾക്ക് നമുക്കത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യത്തിൽ, അതായത് ഈ ഫുഡ് കൊടുക്കുമ്പോൾ പാരന്റ്സും ടീച്ചേഴ്സും എന്താണ് ഒരുപോലെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഇത് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കുട്ടികൾക്ക്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഭക്ഷണമായിരിക്കണം കുട്ടികൾക്ക് കൊടുക്കേണ്ടതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് കുട്ടികളുടെ പ്രോപ്പർ ഗ്രോത്തിന് ഇത്തരം കാര്യങ്ങൾ കൂടിയേ തീരുള്ളൂ. പ്രോപ്പർ ഗ്രോത്ത് എന്ന് പറയുന്നത് ഫിസിക്കൽ ഗ്രോത്ത് ഉണ്ടാവാം, മെന്റൽ ഗ്രോത്ത് ഉണ്ടാവാം, ബ്രെയിൻ ഗ്രോത്ത് ഉണ്ടാവാം, അല്ലെ? ശാരീരികമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ന്യൂട്രിയൻസ് കണ്ടന്റ് ആവശ്യമാണ്. മെന്റൽ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് എന്താവശ്യമാണ്? ന്യൂട്രിയൻസ് കണ്ടന്റ് ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് ബ്രെയിൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും ന്യൂട്രിയൻസ് കണ്ടന്റ്സ് ആവശ്യമാണ്. അപ്പോ കുട്ടികളുടെ വളരുന്ന സ്റ്റേജിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ കാര്യങ്ങൾ കൊടുത്താൽ മാത്രമാണ് കുട്ടികൾക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു പ്രോപ്പർ ഗ്രോത്ത് സമയത്ത് ഉണ്ടാവുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട്? ഇല്ല. ഓക്കെ, ഞാനൊരു 10 മിനിറ്റ് നിങ്ങൾക്ക് സമയം തരാം. 10 മിനിറ്റ്. 10 മിനിറ്റിനുള്ളിൽ ഈ ചാപ്റ്റർ ഒന്ന് ഷോർട്ട് ആയിട്ടൊന്ന് സമപ്പ് ചെയ്യണം. ഇംഗ്ലീഷിലായിരിക്കണം എഴുതേണ്ടത് കേട്ടോ. നിങ്ങൾക്ക് എന്താണ് ഈ ചാപ്റ്ററിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ അതുമാത്രം ഒരു 6 വരിയിൽ അല്ലെങ്കിൽ 6 ലൈൻസിൽ ഒതുക്കുക. 6 ലൈൻസ് മതി. ഇംഗ്ലീഷിലായിരിക്കണം കേട്ടോ. റെഡിയാണോ എല്ലാവരും? 10 മിനിറ്റ് സമയം തരാം. എഴുതാനാണോ? എന്താണ്? എഴുതാനാണോ? എഴുതാനാണ്. 6 ലൈൻസ് മതി കേട്ടോ.
10 മിനിറ്റ് സമയം തരാം, അതിനുള്ളിൽ നിങ്ങൾ ആലോചിച്ച് എഴുതിയാൽ മതി. വാരി വലിച്ചൊന്നും എഴുതണ്ട. നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്, ഈ ചാപ്റ്റർ നമ്മൾ പഠിച്ചപ്പോൾ അല്ലെങ്കിൽ നിങ്ങളത് വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്, അത് മാത്രം എഴുതിയാൽ മതി. ഇതിനിടയ്ക്ക് എഴുതി തീർന്നവരുണ്ടെങ്കിൽ പറയാം കേട്ടോ. ജിതിൻ, ജിതിൻ എന്നല്ല പേര്, എന്താ പേര്? സ്നേഹ. സ്നേഹ. സ്നേഹയുടെ കഴിഞ്ഞോ? ആ കഴിഞ്ഞു. ഞാൻ ഏകദേശം ഒന്ന് 6 ലൈനേ വേണ്ടു എന്ന് പറഞ്ഞോണ്ട് ഒന്ന് റീഡ് ചെയ്യാവോ? ഓക്കെ. ഞാൻ എന്റെ മെത്തേഡിൽ എഴുതിയതാണ്. Consuming a variety of food from different food groups in the correct method. Okay. This includes fruits, veggies, whole grains, etc. A balanced diet supports growth, development, energy levels, and overall well-being. Then consuming the right amount of food and drink to have
and maintain a healthy body weight. ഇത്രയാണ് സമപ്പ് ചെയ്ത് 6 ലൈനേ വേണ്ടത് പറഞ്ഞോണ്ട്. ഓക്കെ ഓക്കെ, ഞാൻ നിങ്ങൾക്ക് വളരെ ചുരുക്കി തന്നതാണ്. ഇനി എഴുതാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ വിചാരിച്ചിട്ടാണ് 6 ലൈൻ എന്ന് പറഞ്ഞത് കേട്ടോ. കുഴപ്പമില്ല, അത് മതി. ഓക്കെ. രശ്മി രാജിന്റെ കഴിഞ്ഞോ? യെസ് മാഡം. കഴിഞ്ഞു. ഓക്കെ, വായിച്ചോളൂ കേട്ടോ. Nutrition support healthy life and healthy habits. It include good digestive function and proper metabolism in body. And malnutrition create an unhealthy life and unhealthy body system and unhealthy immune system in our body. And the balanced diet consumption as the essential factor of the body, and it the carbohydrate, protein, fats, vitamins, and water. It makes a main role for the balanced diet. Thank you. ഓക്കെ, ഇത് കഴിഞ്ഞവരുണ്ടെങ്കിൽ വായിക്കാം കേട്ടോ. ഞാൻ വായിക്കാം. ഓക്കെ. Health is very important role in our life. A good health is very necessary for a good lifestyle. Eating nutritions food that are rich in vitamins and minerals is essential for good health. Why it is important to eat nutritious food? Support overall health, reduces the risk of diseases, provides essential nutrition. Benefits of balanced diet: provides essential nutrition, maintains a healthy weight, reduces the risk of chronic diseases, support overall health. Thank you, ma'am. Okay, very good. Then Ma'am, ഞാൻ വായിക്കാം. വായിച്ചോളൂ. A balanced diet is simply eating a variety of foods from different food groups in the right proportion to give our body all the nutrients it needs to function properly. These nutrients include carbohydrate, proteins, fats, vitamins, and minerals, all essential for maintaining healthy and supporting bodily function. Thank you, ma'am. Okay, very good. ഇനി അടുത്തതാരാണ്? നെക്സ്റ്റ് വൺ. മൃദുല. Nutrition foods helps to children for their proper development. Nutrition food includes rich in vitamins and minerals. It reduces diseases and the lack of nutrition. It goes to malnutrition and follow a balanced food diet for healthy. Okay. Then next one. My name is Stacy. The growing children require healthy food for their proper development. Food is classified into 3 energy suppliers: body builders, protective foods. Constituent of food is the proteins, fats, carbohydrates, mineral salts, vitamins. Nutrition is the process of taking in food and using for growth, metabolism, and repair. Malnutrition is the condition that occurs when the body does not get sufficient nutrients. It gives 2 conditions, like physical condition, like body postures, pale face, drowsiness, laziness. Mental condition, passiveness, forgetful, memory, gloominess. Balanced diet contains 400 calorie proteins,
900 calories fat, and 1,700 calories of carbohydrates. Thank you. Okay. Okay. മിസ് ഞാൻ പറയാം. മിസ് ഐ ഡിഡ്ന്റ് ഗെറ്റ് ടെക്സ്റ്റ് ബുക്ക്. അതിന്റെ കുറച്ച് കുറവുണ്ടായിരിക്കും. In this chapter, we have studied about nutrition, health, minerals, carbohydrates, proteins, vegetable proteins, etc. This may help to our healthy body wellness. Each of these helps to our health. I could learn about physical and mental fitness through this chapter, and also I have 4 years old child, so I can more attention to give nutrition through balanced food to him. Without health, we couldn't life to അത്ര എഴുതിയുള്ളൂ മിസ്. ഓക്കെ, ഇനി ഉണ്ടോ ആരെങ്കിലും? ഞാൻ വായിക്കാം. Nutrition helps maintain body growth, development, and maintain body metabolism and functions. And malnutrition refers not get sufficient nutrients to your body. And also the nutrients gets from balanced diet. Balanced diet is simply eat variety of foods in different quantities. And the variety of foods contain carbohydrate, vitamins, fats, proteins, water, minerals, etc. Okay, ma'am. Then next. Nutrition. One needs good nutrition to work comfortably with a good healthy. Nutrition is the biochemical and physiological process by which an organism uses food to support its life. Metabolism is the process by which the body changes food and drink into energy. Malnutrition is condition that develops when the body is deprived of vitamins, minerals, and other nutrients it needs to maintain healthy tissues. Okay, ma'am. Okay. Next one. Ma'am, for child's growth and development, we will give correct nutritional food. Food can have proteins, fat, minerals, carbohydrates, and vitamins. Food gives energy, muscular strength, and protect our body from diseases. The source of food from animals, food is from animals and plants. Animal sources are egg, milk, cheese, meat. Vegetable sources are nuts, seeds, and whole grains. It will help our children healthy. Balanced diet is important for growing children for their mental and physical growth. Food control is important, otherwise it affect bad. Thank you, ma'am. Okay, very good. Then next one. ഞാൻ പറയട്ടെ. Nutrition is very important fact for every human bodies. Without nutrition, it may cause many of some diseases which is called malnutrition. There are many side effects on malnutrition like digestion issues and unspecific medical conditions. Balanced diet is required. Nutrition food for proper growth. Thank you. Okay, very good. Then next one. ഞാൻ പറയാം. The growing children require healthy food for their proper development. They should be given food which wealth in carbohydrate, proteins, and minerals and vitamins. In the classification of food, it is classified 3 categories. Energy supplies, body builders, protective foods. Proteins are 2 types, animal proteins, vegetable protein. Okay, ma'am. Okay, then next one. മാം ഞാൻ പറയട്ടെ? പറഞ്ഞോളൂ.
Which food is help for our body growth and healthy called nutrition? Two types of nutrition, macronutrients and micronutrients. Macronutrients, proteins, carbohydrates, etc. Vitamins are most important in our body. Two types of vitamins, water soluble and fat soluble. Minerals also two types, macro minerals and micro minerals. And water also help our body. It helps our body temperature maintaining. Balanced diets have 7 components. Carbohydrate gives energy to body. So many vitamins are helps our body. There are different types of foods. Energy suppliers foods, and bodybuilding foods and protective foods, etc. Two types of proteins, animal proteins and vegetable proteins. Balanced diet is also help us our body. Thank you, ma'am. Okay, then This chapter discusses food and nutrition and balance sheet, classification of food, energy supplies and body supplies, body builders and protective. Describe the 3 points: energy foods, then a consistence of food, proteins, fat 2 types, structural and unsstructural, then carbohydrates, mineral salts, vitamins. Nutritions are then next is nutrition. Nutrition means includes the following and 5 points. Then malnutrition is next point is the malnutrition. Nutrition 2 types, nutrition and malnutrition. Malnutrition is a condition of malnutrition is described in 3: insufficient or unbalanced diet, problems with diagnosis or absorption, and specified medical conditions. That's all. then ഇനി ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ഇപ്പോ നമ്മൾ നേരത്തെ ഞാൻ കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു, അതിന് റിപ്ലൈ പറഞ്ഞില്ല. ചിലർക്ക് 2-3 ആളുകൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഗൾഫിലായതുകൊണ്ട്. നമ്മുടെ അംഗൻവാടിയിൽ പോയിട്ട് ഫുഡ് ഐറ്റംസിനെ കുറിച്ച് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഗൾഫിലായതുകൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ടെൻഷൻ ആവണ്ട, നാട്ടിൽ വരുമ്പോൾ ചെയ്താൽ മതി. ഓക്കെ, ആക്ടിവിറ്റി ചെയ്ത് വെച്ചാൽ മതി. പിന്നിൽ എന്നോട് പ്രസന്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ആക്ടിവിറ്റി നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയാൽ മതി കേട്ടോ, ഗൾഫിലുള്ള സ്റ്റുഡൻസ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു കുട്ടി ചോദിക്കുന്നുണ്ടായിരുന്നു, നമുക്ക് എത്ര ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് മൊഡ്യൂൾ വൈസ് ആണ് ഇപ്പൊ നമ്മൾ എടുക്കുന്നത്. മൊഡ്യൂൾ 1 ആണ്. ഓക്കെ, ടീച്ചേഴ്സ് ഇപ്പൊ ഞാനും അതുപോലെ തന്നെ ജിഷ മിസ് ഉണ്ട്, അപർണ മിസ് ഉണ്ട്. അവര് നിങ്ങൾക്ക് എടുക്കുന്നത് മൊഡ്യൂൾ 1 ആണ്. ഓക്കെ, മൊഡ്യൂൾ 1 പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 അങ്ങനെ 4 പാർട്ടുകൾ ഉണ്ട്. എനിക്ക് കുറേയധികം ചാപ്റ്റേഴ്സ് വരും. അപ്പോ അതിനകത്ത് ഇപ്പൊ എടുക്കുന്ന പാർട്ട് എന്ന് പറഞ്ഞാൽ പാർട്ട് 1 ആണ്. ഓക്കെ, പിന്നെ മൊഡ്യൂൾ 2 വരുന്നത് ഇംഗ്ലീഷ് ആണ്. നിങ്ങൾക്ക് അറിയാലോ. സാർ ആരാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്? അശ്വതി മിസ് ആണോ? ആരാണ്? അശ്വതി മിസ്. അശ്വതി മിസ് ആണ്. മൊഡ്യൂൾ 2 വരുന്നത് ഇംഗ്ലീഷ് ആണ്. പിന്നെ അതുപോലെ തന്നെ മൊഡ്യൂൾ 3 വരുന്നത് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ, പ്രാക്ടിക്കൽ ഏരിയയിലാണ് കേട്ടോ. പ്രാക്ടിക്കൽ ഏരിയ ആണ് മൊഡ്യൂൾ 3 വരുന്നത്. അത് കുറേയധികം അപ്പാരറ്റസിനെ കുറിച്ചും അതുപോലെ തന്നെ അതിന്റെ ആക്ടിവിറ്റീസ് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതും അതൊക്കെയാണ് അതിനകത്ത് പഠിപ്പിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മൊഡ്യൂൾ 4 and 5 എന്ന് പറയുന്നത് PG സ്റ്റുഡൻസിനാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഡിപ്ലോമക്കാർക്കൊക്കെ മൊഡ്യൂൾ 3 വരെയാണ് ഉള്ളത്. PG സ്റ്റുഡൻസ് വരുമ്പോൾ മൊഡ്യൂൾ 4 and 5 കൂടി വരും. ഓക്കെ, സംശയം തീർന്നോ? ആരാണ് കമന്റ് ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട് എത്ര ചാപ്റ്റർ ആണ്. ചാപ്റ്റർ ശരിക്കും പറഞ്ഞാൽ ഞാൻ എണ്ണി നോക്കിയിട്ടില്ല. 4 പാർട്ടുകളാണുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ പാർട്ട് 1 ആണ് ഇപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ് അല്ല ആയിട്ടുള്ളൂ. പാർട്ട് 1 ആണ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത്. പാർട്ട് 3 വരുമ്പോൾ കംപ്ലീറ്റ് പ്രാക്ടിക്കൽ ആണ്. കംപ്ലീറ്റ് തിയറി അല്ല, കംപ്ലീറ്റ് പ്രാക്ടിക്കൽസ് ആണ് നമ്മൾ ചെയ്യുക കേട്ടോ. ഓക്കെ, അംഗൻവാടിന്ന് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കല്ലോ, വേണ്ടോ? ചാപ്റ്റർ എഴുതണ്ടല്ലോ. വേണ്ട വേണ്ട, നോട്ട്ബുക്കിൽ എഴുതി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, റഫായി വെറുതെ നോട്ടിൽ എഴുതി വെച്ചാ പറയാം. മതി മതി. കളക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ,
അപ്പൊ ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് വൈകാതെ തന്നെ പല സാഹചര്യങ്ങളിൽ ഉള്ള ആളുകൾ ഉണ്ടാവാം, ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പൊ ടെൻഷൻ ആവണ്ട, നിങ്ങൾ സമയം പോലെ ചെയ്ത് തീർത്താൽ മതി. എന്തായാലും ചെയ്ത് തീർക്കണുണ്ട്, അത് നിർബന്ധമാണ്, എന്തായാലും ചെയ്യണം, അത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ സമയം എടുത്തിട്ടായാലും ഇപ്പൊ ചെയ്യാൻ പറ്റാത്തവര്, എന്തെങ്കിലും ഫിസിക്കൽ കണ്ടീഷൻ ഒക്കെ ഉള്ളവര് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ളവര്, അപ്പൊ അതൊക്കെ മാറിയിട്ട് ചെയ്യും. പിന്നെ അല്ലാത്തവരും ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഇതനുസരിച്ചിട്ട് ചെയ്തു വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇന്ന് നമ്മള് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നേ. മാം ഇവിടെ വെക്കേഷൻ ലീവാണ്, അതുകൊണ്ട് അംഗനവാടി പോകാൻ പറ്റില്ല. ആ ഓക്കെ, പിന്നെ ഒരു ദിവസം പോയി ചെയ്താൽ മതി കേട്ടോ. ശരി. ഗുഡ് മോർണിംഗ് മാം, കേൾക്കാൻ പറ്റുമോ? ആ കേൾക്കാൻ പറ്റുന്നുണ്ട്. ജയന്തി അല്ലേ? അതെ, ഞാന് ആക്ച്വലി ഇത് മൂന്നാമത്തെ ക്ലാസ് ആണ് എന്റെ. എനിക്ക് അങ്ങനെ എപ്പോഴും ഈ രാവിലത്തെ ക്ലാസ്സിന് കയറാൻ പറ്റത്തില്ല. അപ്പൊ ഇപ്പം അംഗൻവാടി പോയി ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അത് എന്താണ് മാം, എനിക്കൊന്ന് വിശദീകരിച്ചു തരുമോ? അംഗൻവാടിയിൽ ചെന്നിട്ട് അവിടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഫുഡ് ഐറ്റംസിനെ കുറിച്ചൊന്ന് ചോദിക്കുക, എന്നിട്ട് അതൊന്ന് കളക്ട് ചെയ്ത് വെക്കുക. എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് കുട്ടികൾക്ക് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ അവിടെ കൊടുക്കുന്നത്. ഓക്കെ, അതൊന്ന് കളക്ട് ചെയ്ത് ഒരു അസൈൻമെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മിസ്സാണെന്ന് തോന്നുന്നു. ചാർട്ടാണ്, അതായത് നമ്മള് ഇപ്പൊ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഭക്ഷണങ്ങള്, നിങ്ങൾ ഡെയിലി കഴിക്കുന്ന ഭക്ഷണങ്ങള്, ഫുഡ് ഐറ്റംസ് ഉണ്ടാവുമല്ലോ, അതിന്റെ കലോറി എത്രയാണ് വരുന്നത് എഴുതാനായി. അപ്പൊ നമ്മൾ രാവിലെ 2 ചപ്പാത്തി കഴിച്ചു, ഒരു പരിപ്പ് കറി കഴിച്ചു, അതിന് ഇത്ര കലോറി ഉണ്ടാവുമല്ലോ, അത് എഴുതി വെക്കാനാണ് പറഞ്ഞത് കേട്ടോ. ഇപ്പൊ ഫ്രൂട്ട്സിന്റെ വെജിറ്റബിളിന്റെ ആയിട്ടല്ലേ മിസ് എഴുതേണ്ടത്? നമ്മളിപ്പോ ഫ്രൂട്ട്സ് ഐറ്റംസ് അങ്ങനെ ഓരോന്ന് തിരിച്ചെഴുതിയിട്ട് അതിന്റെ കലോറി അങ്ങനെ അല്ലേ എഴുതേണ്ടത്? അതെയോ നമ്മുടെ ഫുഡ് ഐറ്റംസിന്റെ ആണോ എഴുതേണ്ടത്? എഴുതിയാൽ മതി കേട്ടോ. ഫുഡ് ചാർട്ടാണ്, ഫുഡ് ഐറ്റംസിന്റെ കലോറി. രാവിലെ നിങ്ങൾ കഴിച്ച ഭക്ഷണത്തിന്റെ കലോറി എഴുതാം, ഉച്ചയ്ക്ക് കഴിച്ച ഭക്ഷണത്തിന്റെ കലോറി എഴുതാം. നമ്മൾ എല്ലാ ദിവസവും ഒരേ ഭക്ഷണമായിരിക്കില്ല കഴിക്കുന്നത്, ഡിഫറെന്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആയിരിക്കും നമ്മൾ ഒരു വീക്ക് കഴിക്കുക. അപ്പൊ ഏതൊക്കെ ഭക്ഷണങ്ങളാണ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളത്, ആ ഫുഡ് ഐറ്റംസിന്റെ ഒക്കെ കലോറീസ് കണ്ടുപിടിച്ച് എഴുതുക. ഇത് ഒരു ദിവസത്തെ നമ്മുടെ മീലാണോ അതോ 1 വീക്ക് അങ്ങനാണോ? ഒരു ദിവസം നിങ്ങൾക്ക് ഒരു ദിവസത്തെ ആകുമ്പോൾ 3 നേരം അല്ലെങ്കിൽ 4 നേരം, 4 എണ്ണം ഉണ്ടാവുള്ളൂ എഴുതാനായിട്ട്. ഒരാഴ്ചത്തെ എഴുതിയാല് അത്രയും നല്ലത്. ഇനി അതിൽ കൂടുതലായിട്ട് നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് നിങ്ങളുടെ സമയം പോലെ എഴുതുക. ഓക്കെ, കഴിക്കുന്ന ഫുഡിനെ പറ്റി എഴുതണ്ടല്ലേ മാം? അല്ലാതെ വെജിറ്റബിൾ, ഫ്രൂട്ട്സ്, മീൽസ് അങ്ങനെയല്ല അല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെ അതിന്റെ ഫോട്ടോ, അതിന്റെ പിക്ചർ എങ്ങനെയാ? നമ്മളിത് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ കലോറീസിൽ മാറ്റം വരില്ലേ? നമ്മൾ റോ ആയിട്ട് കഴിക്കുന്നതിലും അല്ല, നമ്മള് റോ ആയിട്ടല്ലല്ലോ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ഫ്രൂട്ട്സ് നമ്മൾ റോ ആയിട്ട് കഴിക്കും, വെജിറ്റബിൾസ് നമ്മൾ ഇടയ്ക്കല്ലേ ഇപ്പൊ ക്യാരറ്റ് ഒക്കെ കഴിക്കുക. പക്ഷെ അത് കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ അതിന്റെ എണ്ണ ചേർക്കും, അതുപോലെ പലവിധ സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്യും. അപ്പൊ അതിന്റെ കലോറിയിൽ വ്യത്യാസം വരും. അങ്ങനെയായിട്ടാണല്ലോ നമ്മൾ കഴിക്കുന്നത്. അപ്പൊ അതിന്റെ കറക്റ്റ് നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുന്ന നമ്മുടെ ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിക്കുന്ന എന്താണോ അതിന്റെ കലോറി. അപ്പൊ അതിന്റെ പിക്ചർ നമ്മൾ വെജിറ്റബിൾ കഴിക്കുവാണെങ്കിൽ ഇപ്പൊ കാബേജ് കഴിക്കുന്നു എന്ന് വിചാരിക്കും. അപ്പൊ അത് കാബേജിന്റെ ഫോട്ടോ ഒട്ടിച്ചിട്ട് ബോയിൽഡ് എന്ന് എഴുതിയിട്ട് അതിന്റെ കലോറി എന്ന് എഴുതിയാൽ മതിയോ മിസ്? അതെയോ? മതിയോ? പിക്ചർ ആഡ് ചെയ്യാം, കുഴപ്പമില്ല. പിക്ചർ ആഡ് ചെയ്തിട്ട് അങ്ങനെ എഴുതാം. പിന്നെ മിസ്, ഞാനിപ്പോ സെൻഡ് ചെയ്ത് കഴിഞ്ഞു അസൈൻമെന്റ്. ഞാൻ ചെയ്തത് ഇതുപോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും പിന്നെ മീറ്റ് അങ്ങനെ പിക്ചേഴ്സ് ഒക്കെ ഒട്ടിച്ച് അതിന്റെ കലോറീസ് എഴുതിയാണ് ഇപ്പൊ സബ്മിറ്റ് ചെയ്തേക്കണത്. അപ്പൊ ഞാൻ ഒന്നും കൂടി ചെയ്യേണ്ടി വരുമോ? ഇല്ല, കുഴപ്പമില്ല, നമുക്ക് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ കേട്ടോ. ഓക്കെ മിസ്, ഓക്കെ, താങ്ക് യു മിസ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമ്മള് നെക്സ്റ്റ് ചാപ്റ്റർ അടുത്ത ക്ലാസ്സിൽ എടുക്കുക കേട്ടോ. നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് റീഡ് ചെയ്യുക കേട്ടോ. എന്താണ്? ഹെൽത്തിനെ കുറിച്ച് ഒരു അസൈൻമെന്റ് ഉണ്ടായിരുന്നില്ലേ? ഹെൽത്തിനെ കുറിച്ച് ഞാൻ എന്താ തന്നത് അസൈൻമെന്റ്? ഈ ഒരു അസൈൻമെന്റ് ടീച്ചറിന്റെ അസൈൻമെന്റ് ആണത്. ടീച്ചറിന്റെ. ശരി. അപ്പൊ നമ്മള് മാം കുക്ക് ചെയ്ത ഫുഡിനെ പറ്റി എഴുതണ്ടല്ലേ? അതിന്റെ കാലറീസ്, അതിന്റെ ഫോട്ടോസ് വരും. ഓക്കെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് അത് നോക്കിയാൽ നിങ്ങള്
ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാം. ഒരു റോ ആയിട്ട് ക്യാരറ്റ് കഴിക്കുവാണെങ്കിൽ ക്യാരറ്റിന് കലോറി എത്രയാണ് വരുന്നത്, നിങ്ങൾ ഒരു ചായ കുടിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കലോറി എത്രയാണ് വരുന്നത്, അങ്ങനെ നിങ്ങൾ കഴിക്കുന്ന സാധാരണ ഭക്ഷണങ്ങൾ. ഓക്കെ, അതിനകത്ത് സ്നാക്സ് ഇടാം, ബേക്കറി ഐറ്റംസ്, ചിലപ്പോൾ ബേക്കറി ഐറ്റംസ് ഒക്കെ നിങ്ങൾ കഴിക്കാറില്ലേ, അവയൊക്കെ കലോറി നമുക്ക് എഴുതാം. ഓക്കെ, താങ്ക് യു മാം. ഇതില് നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഒരു ദിവസം എത്ര കലോറിയാണ് ഞാൻ കഴിക്കുന്നത്, അല്ലെങ്കിൽ എന്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ എത്ര കലോറിയാണ് ഒരു ദിവസം കൊടുക്കുന്നത്, അതിനെക്കുറിച്ച് ഒരു ബേസിക് അവയർനെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇത് എഴുതിക്കുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സൈനപ്പ് ആരാണ്? സൈൻ ഔട്ട് ആരാണ്? Ma'am. Okay. Good morning, all of you. First of all, I thanks for Ashwini Miss for this so much great information for us, giving for us. Today we learn about nutrition, how they help our body strength and healthy. I thank all of you, my online friends, and I wish you all of you have a good day. And this is Sippy Mall signing out. Thank you, ma'am. Okay, thank you so much. Next class കാണാം കേട്ടോ. Okay. Thank you, ma'am. Thank you, miss. Thank you.